ഇറാന്റെ ഈ കൊതുക് ബോട്ടുകളെ ഈ വലിയ കപ്പലുകൾ എങ്ങനെ പിടിക്കുക എന്നുള്ളത് എല്ലാവർക്കും സംശയമായിരുന്നു അല്ലേ. ആ നടക്കൂലൊക്കെ വെറുതെ പറഞ്ഞാന്നാ പറഞ്ഞത്. അത് പിടിക്കുകയും ചെയ്തു, പിടിച്ചതിന്റെ വീഡിയോ ഔട്ട് ചെയ്യുകയും ചെയ്തു. ആ വീഡിയോ അതായത് ഒരു 1.5 മിനിറ്റുള്ള ഒരു ക്ലിയർ വീഡിയോ എന്നെ പുറത്തോട്ട് വന്നിട്ടുണ്ട്. ഇസ്രായേലി പൈലറ്റുമാർ ഇറാന് വേണ്ടി ചാരപ്രവർത്തി ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടി, അതായത് ഇസ്രായേലിന്റെ ഫൈറ്റർ ജെറ്റുകളുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും അല്ലെങ്കിൽ അതിന്റെ രൂപരേഖകൾ തന്നെ ഇറാന് കൈമാറിയിട്ടുള്ള 2 ഇസ്രായേലി പൈലറ്റുമാരെ ഇവർ IDF പിടിച്ചു വെച്ചു. ഈ വാർത്ത നമ്മൾ മുമ്പും ചെയ്തിട്ടുണ്ട്. അത് കൂടുതൽ അതിന്റെ വ്യക്തത പുറത്തോട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ പവനായി ശവമായി എന്ന് പറഞ്ഞ പോലെ തന്നെ അമേരിക്കയുടെ നേവി ഹെഡ്, അതായത് നേവി ഡയറക്ടർ ഇന്നലെ രാജിവെച്ചതാണോ വെപ്പിച്ചതാണോ എന്ന് നമുക്ക് ഈ ഒരു ന്യൂസിൽ നോക്കാം. സ്വന്തം കാമുകിക്ക് സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കി അമേരിക്കയുടെ FBI ഡയറക്ടർ കാഷ് പട്ടേൽ. എന്തൊക്കെയാണ് നടക്കുന്നതിൽ ഇവിടെ? ഏതായാലും അതും കൂടെ നമ്മൾ ഈ ന്യൂസിൽ ഒന്ന് നോക്കിയിട്ട് പോവാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു അപ്ഡേറ്റ് കുറച്ച് നേരം വൈകിപ്പോയി, വേറെ കുറച്ച് കാര്യങ്ങളായതുകൊണ്ട് വീഡിയോ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇന്നത്തെ കുറച്ച് അപ്ഡേറ്റുകളാണ് നമ്മൾ പറയാൻ പോകുന്നത്. ആദ്യം തന്നെ നമുക്ക് അമേരിക്കയുടെ ഇസ്രായേലുമായിട്ട് ബന്ധമുള്ള 2 കപ്പലുകൾ ഇന്നലെ ഇറാൻ പിടിച്ചെടുത്തു എന്നുള്ള ന്യൂസ് വന്നിരുന്നു അല്ലേ. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ വിത്ത് വീഡിയോ ഇറാൻ്റെ IRGC പുറത്തോട്ട് വിട്ടിട്ടുണ്ട്. ഏതാണെങ്കിലും നിങ്ങൾ ആ വീഡിയോ ഒന്ന് ആദ്യം കാണി. കൊതുക് ബോട്ടുകൾ എങ്ങനെയാണ് വലിയ കപ്പലുകളെ പിടിച്ചത് എന്ന് വളരെ സിമ്പിളായിട്ട് ഒരു വീഡിയോ വന്നിട്ടുണ്ട്, ഒന്ന് കണ്ടിട്ട് പോവാം. ഈ വീഡിയോനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് ഹോർമോസ് കടലിടുക്കിൽ ഇറാൻ സൈന്യം ഇസ്രായേലി ബന്ധമുള്ള കപ്പലുകളെ പിടിച്ചെടുക്കുന്ന ദൃശ്യങ്ങളാണ്. അമേരിക്കയുടെ നിലപാടുകൾ അവർ ഇതുവരെ സമ്മതിച്ചു തന്നിട്ടില്ല ഒന്നും. ഏതാണെങ്കിലും ഹോർമോസ് കടലിടുക്കിലൂടെ സഞ്ചരിക്കുന്ന ഏത് കപ്പലുകളാണെങ്കിലും, പ്രത്യേകിച്ച് ഇസ്രായേലി അമേരിക്ക ബന്ധമുള്ള കപ്പലുകളാണെങ്കിൽ ഞങ്ങൾ അത് തൂക്കും എന്ന് ഇറാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പറഞ്ഞ പോലെ തന്നെ ഇറാൻ അത് തൂക്കിക്കൊണ്ടിരിക്കുന്ന വീഡിയോ ആണ് ഈ പുറത്തോട്ട് വന്നിട്ടുള്ളത്. ആ ചെറിയ കപ്പലുകളിൽ ഇറാന്റെ IRGCയുടെ സേന ഡയറക്റ്റ് പോയിട്ടാണ് ഈ കപ്പലുകൾ സീസ് ചെയ്ത് വെച്ചിട്ടുള്ളത്. The Navy of Islamic Revolutionary Guard Corps released footage of them detaining the container ship MSC Epaminondas. എന്തൊക്കെ പേരുകളല്ലേ. ഈ എപ്പാമിനോണ്ടാസിനെ പിടിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇത് സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസിൽ ഇറാന്റെ കപ്പൽപ്പട അല്ലെങ്കിൽ അമേരിക്ക തകർത്തു കളഞ്ഞു എന്ന് പറഞ്ഞ കപ്പൽപ്പട പിടിച്ചെടുക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ മറ്റൊരു ഫുട്ടേജ് ഇറാൻ റിലീസ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത് ഇറാന്റെ IRGC റിലീസ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ഇവിടെ ഈ പറഞ്ഞ സ്ഥലത്ത് എത്രത്തോളം ഇവരുടെ കപ്പലുകൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ മോസ്കിറ്റോ ഫീറ്റ് എത്രത്തോളം ഉണ്ട് എന്ന് കാണിക്കുന്ന രീതിയിലുള്ള ഒരു ഇമേജസ് ഇന്നലെ പുറത്തു വിട്ടിരുന്നു. നിരവധി ചെറിയ ബോട്ടുകൾ ഹോർമോസിൽ തലങ്ങും വിലങ്ങും ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതുവഴി അമേരിക്കയുടെ ഒരു വലിയ അർമഡാസ് അതിൻ്റെ 7 അയലത്ത് പോലും ഇല്ല എന്ന് നമുക്ക് മനസ്സിലാവും. കാരണം ഇത്തരത്തിലുള്ള ചെറിയ ബോട്ടുകൾ അതിലൂടെ അങ്ങനെ ഓടി നടക്കുമ്പോൾ അർമഡാസിന് വരെ പേടിയാണ്. ഇവന്മാർ വല്ല പരിപാടി കുസൃതി വല്ല ഒപ്പിച്ച് ഞങ്ങളുടെ മൂട്ടിൽ വെടി പൊട്ടിച്ച് ഓൾറെഡി 1-2 വെടി പൊട്ടി അതിൻ്റെ അറ്റകുറ്റപ്പണി കഴിഞ്ഞ് തിരിച്ച് വരുന്നതേ ഉള്ളൂ. വരുമ്പോഴേക്കും ഇനി അതിനേക്കാൾ വലിയ പൊട്ടൽ പൊട്ടാൻ വയ്യ എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ട് തന്നെ ആ 7 അയലത്ത് പോലും ഈ പറഞ്ഞ ഒരു കപ്പലുകളും ഇല്ല. കാരണം ഈ അവസ്ഥ നിങ്ങൾ കണ്ടില്ല, ഈ വരകൾ കാണുന്നത് എന്താ പറയുക, ഈ കപ്പലുകൾ പോയിക്കൊണ്ടിരിക്കുന്ന വെള്ളത്തിന്റെ ആ നീക്കമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരേ സമയത്ത് 30-40 കപ്പലുകളാണ് ഓരോ സ്ഥലങ്ങളിൽ കവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇറാന്റെ IRGCയുടെ ഈ മോസ്കിറ്റോ ഫ്ലീറ്റ് കവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ യഥാർത്ഥത്തിലുള്ള അവസ്ഥ. ഇപ്പം മനസ്സിലായിട്ടുണ്ടാവും ഇറാൻ എങ്ങനെയാണ് ഈ ചെറിയ അത് നമ്മൾ മീൻ പിടിക്കുന്ന പോലെയാണ്. ചെറിയ ബൈറ്റിട്ട് എടുത്തിട്ട് വലിയ മീനുകളെ പിടിക്കുന്ന പരിപാടിയാണ്. ഇറാൻ നൈസായിട്ട് പിടിക്കുകയും ചെയ്യും, പിടിച്ച് തൂക്കുന്നുമുണ്ട്. അപ്പോൾ ഇതൊരു ന്യൂസാണ് ഇന്ന് വന്നിട്ടുള്ള. ഇനി അടുത്തതായിട്ട് കാണിക്കാനുള്ളത് ഇതാണ് അമേരിക്കയുടെ സേന, അതായത് അമേരിക്കൻ നേവി സെക്രട്ടറി ജോൺ C. ഫെല്ലൻ ആണ്. ഇയാൾ ഇന്നലെ പെട്ടെന്ന്
എമർജൻസി ആയിട്ട് രാജിവെച്ചു എന്നുള്ള വാർത്തകളാണ് പുറത്തോട്ട് വന്നിട്ടുള്ളത്. പേർഷ്യൻ ഗൾഫിൽ ഇറാനുമായിട്ടുള്ള അതിരൂക്ഷമായിട്ടുള്ള നാവിക സംഘർഷം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ളൊരു രാജി. അവരെ ലീഡ് ചെയ്യേണ്ട അല്ലെങ്കിൽ അവരെ ലീഡ് ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ എന്തുകൊണ്ട് ഇത്തരം അപ്രതീക്ഷിതമായ ഈ ഒരു രാജി വെച്ചു എന്നുള്ളത് വലിയൊരു ചോദ്യമായിട്ട് ഇപ്പോൾ അമേരിക്കയിൽ വരുന്നുണ്ട്. അപ്പം ഇതിന് അവർ കൊടുത്തിട്ടുള്ള ചില എന്താ പറയുക, ഇപ്പോൾ ന്യൂയോർക്ക് ടൈംസിലൊക്കെ വന്നിട്ടുള്ള വാർത്തകൾ എന്ന് പറഞ്ഞത് പീറ്റ് ഹെക്സെറ്റ് ഉണ്ട് അല്ലേ. പീറ്റ് ഹെക്സെറ്റ് എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ ഒരു ഭ്രാന്തനായിട്ടുള്ള യുദ്ധ ഡയറക്ടർ, വാർ ഡയറക്ടറാണ്. ഒരു ഗുണമില്ല, 5 പൈസ വിവരമില്ല, വെറുതെ സിനിമയിലൊക്കെ കാണുന്ന പോലെ ഹീറോയിസം കാണിച്ച് നടക്കുന്ന ഒരു മരപ്പൊട്ടൻ. അപ്പോൾ ഈ പൊട്ടനോടുള്ള ഇടി കാരണം അല്ലെങ്കിൽ പൊട്ടനോടുള്ള മാസങ്ങളായിട്ട് ഇവരുടെ തമ്മിലുള്ള ക്ലാഷാണ് ഈ രാജിയിലോട്ട് എത്തിച്ചത് എന്നാണ് പറയുന്നത്. കാരണം തോന്നിയ പോലെ യുദ്ധം ചെയ്യാൻ പാടില്ല, നമ്മൾ തോറ്റ് നിൽക്കുകയാണെടാ പൊട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇല്ല ഞങ്ങൾ ജയിച്ച് നിൽക്കുകയാണ് എന്നിങ്ങനെ FBയിലും അല്ലെങ്കിൽ ഈ എക്സിലും വന്ന് പോസ്റ്റ് ഇടുന്ന ട്രംപിൻ്റെ എന്താ പറയുക, ട്രംപിൻ്റെ ആസനം താങ്ങി നടക്കുന്ന ഇവന്മാരെ കേൾക്കാൻ അമേരിക്കയിൽ ഇത്രയും കാലങ്ങളായിട്ട് അവിടെ അമേരിക്കൻ നേവിയിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ അമേരിക്കയുടെ ഈ ഡിഫൻസ് ഡയറക്ടേഴ്സായിട്ട് വർക്ക് ചെയ്യുന്ന ആളുകൾക്കൊന്നും താല്പര്യമില്ല വർക്ക് ചെയ്യാൻ. ട്രംപിൻ്റെ പൊട്ടബുദ്ധിയിൽ തോന്നുന്ന യുദ്ധത്തിന് താല്പര്യമില്ലാത്തത് കൊണ്ടും ഇറാനുമായിട്ടുള്ള യുദ്ധത്തിലേക്ക് അമേരിക്കൻ സൈനികരെ അനാവശ്യമായിട്ട് വലിച്ചയക്കരുത് എന്ന് പലവട്ടം ഇയാൾ പറഞ്ഞിട്ടുണ്ട് എക്സെറ്റിനോട്, പക്ഷേ കേട്ടിട്ടില്ല. ഇതിനെ എതിർത്തത് കൊണ്ടൊക്കെ തന്നെയാണ് ഈ ഒരു ഏകാധിപതിപരമായിട്ടുള്ള ഭരണം ഇപ്പം അമേരിക്കയിൽ നടക്കുന്നത് കൊണ്ടാണ് ഇവരെ പോലത്തുള്ള ആളുകൾ ഇപ്പം എന്താ പറയുക ഇവിടുന്ന് രാജിവെച്ച് പോകുന്നത് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തോട്ട് വന്നത്. നമ്മൾ കണ്ടു, യുദ്ധം തുടങ്ങിയ സമയം മുതൽ അമേരിക്കൻ, അതായത് ഇറാൻ്റെ റെജീമിനെ ഇവർ അല്ലെങ്കിൽ ഇറാൻ റെജീമിലുള്ള അല്ലെങ്കിൽ നേതാക്കളെ ഇവന്മാർ കൊന്ന്, അതായത് ഒരു പേടിയില്ലാണ്ട് വന്ന് നിൽക്കുന്ന ആളുകളെ കൊന്നുകൊണ്ടിരിക്കുന്ന ഒരു സൈഡിൽ, മറ്റേ സൈഡിൽ അതായത് യുദ്ധം ചെയ്യാൻ പറ്റില്ല, യുദ്ധത്തിൽ ആരൊക്കെ അവിടെ മരിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ തോറ്റുകൊണ്ടിരിക്കുക എന്നുള്ള പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ട് രാജിവെച്ച് പോണ അമേരിക്കയിലെ എന്താ പറയുക ടെററിസ്റ്റ് ഗ്രൂപ്പ്, എന്താ പറയുക ഡിപ്പാർട്ട്മെൻറ്റ് ഡയറക്ടർ, നേവി ഡയറക്ടർ, അവരുടെ ഡിഫൻസ് ഡയറക്ടർ എല്ലാവരും രാജിവെച്ചിട്ടും അല്ലെങ്കിൽ പുറത്താക്കിയിട്ടും പോകുന്ന ഒരവസ്ഥ. അപ്പം അമേരിക്കയുടെ യഥാർത്ഥ ഷേപ്പ് എന്താ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നമ്മുടെ ഇവിടുത്തെ സംഖ്യോ പറയുന്നതല്ല, അമേരിക്കയുടെ ഷേപ്പ് വളരെ വികൃതമാണ് എന്ന് തെളിയിക്കുന്ന ചില വാർത്തകളാണ് ഇപ്പം നിങ്ങൾ കണ്ടിട്ടുള്ളത്. ഇനി മറ്റ് ഒരു വീഡിയോയും കൂടെ ഞാൻ കാണിച്ചുതരാം. ഇസ്രായേലിൻ്റെ സുരക്ഷാ മേഖലകളെ കംപ്ലീറ്റ് ഞെട്ടിച്ചുകൊണ്ടാണ് ഈ ഒരു ഇത് വന്നിട്ടുള്ളത്. ഇസ്രായേലിൻ്റെ ടെക്നീഷ്യൻസ്, അതായത് ഇസ്രായേലി വ്യോമസേന IAFൻ്റെ ടെക്നീഷ്യൻസ് ആണ് ചാരപ്രവൃത്തി ചെയ്തതായിട്ടുള്ള റിപ്പോർട്ടുകൾ വരുന്നത്. അവരെയാണ് പിടിയിലായിട്ടുള്ളത്. ഇത് കഴിഞ്ഞ ആഴ്ച തന്നെ പിടിയിലായതെന്നുള്ള ന്യൂസ് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പം പിടിയിലായവർ ഇസ്രായേലിൻ്റെ കരുത്തുറ്റ പോർവിമാനങ്ങളായിട്ടുള്ള F-15 ഫൈറ്റർ ജെറ്റുകൾ പോലത്തെ അല്ലെങ്കിൽ F-16 ഫൈറ്റർ ജെറ്റുകൾ പോലത്തെ ഇവരുടെ കംപ്ലീറ്റ് ഫോട്ടോസും സാങ്കേതികപരമായിട്ടുള്ള ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും യുദ്ധവിമാന രഹസ്യ സ്വഭാവമുള്ള വിവരങ്ങൾ മൊത്തം ശത്രുരാജ്യമായിട്ടുള്ള ഇറാന് കൈമാറി എന്നാണ് ഇപ്പം ഇവർക്കെതിരെയുള്ള കുറ്റം. ഇസ്രായേലിലെ സേനാ താവളമായിട്ടുള്ള ടെൽ നോഫിലാണ് ഇവർ ജോലി ചെയ്തിരുന്നത്. അതീവ സുരക്ഷയുള്ള ഈ കേന്ദ്രത്തിൽ വെച്ചാണ് ഇത്തരം വിവരങ്ങൾ ചോർത്തിയിട്ടുള്ളത്. അപ്പോൾ ഇവർ അറസ്റ്റ് ചെയ്തിട്ട് ആഴ്ചകളായിട്ട് കുറച്ചായിട്ട്, അതായത് യുദ്ധം തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ F-15 ഓരോന്ന് അവിടെയും ഇവിടെയൊക്കെ വീണ് നമ്മൾ കണ്ടിരുന്നു. അപ്പം ആ സമയം മുതൽ ഇവർ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ അത് കൺഫേം ആയി, ഇവർ ഇറാന് വേണ്ടിയിട്ട് ചാരപ്രവർത്തി ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണോ മുസാദും CIA ഇറാനിൽ പോയി പരിപാടി ചെയ്ത് അതേപോലെ തിരിച്ച് ഇറാൻ ഇങ്ങോട്ട് വിട്ട ആളുകളാണ് ഇവർ. അപ്പോൾ ഇവരെ ഇറാൻ്റെ സ്വാധീനം വളരെ വലുതാണ് ഇവർ ഈ രഹസ്യങ്ങൾ ചോർത്താൻ കഴിഞ്ഞതിൽ. അതുകൊണ്ട് തന്നെ അതീവ ജാഗ്രതയിലാണ് IDFൻ്റെ ഇപ്പോഴത്തെ ഭരണത്തിലിരിക്കുന്ന ആളുകൾ എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു വാർത്ത വന്നിട്ടുണ്ട്. ഇനി മറ്റ് ഒരു വാർത്ത പറയാനുള്ളത് ഈ ഒരു സംഭവമാണ്. ഇത് അമേരിക്കയുടെ USS സുംവാൾട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കപ്പലാണ്, ഒരു ഡിസ്ട്രോയറാണ്. ഈ കപ്പലിൽ ഭയങ്കരമായിട്ടുള്ള തീപിടുത്തം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്തുകൊണ്ട് ഈ തീപിടുത്തം ഉണ്ടായി എന്നുള്ളത് അറിയാൻ പറ്റിയിട്ടില്ല. വെറുതെ നമ്മൾ അമേരിക്ക എപ്പോഴും പറയുന്ന പോലെ തന്നെ വെറുതെ അങ്ങോട്ട് തീ കത്തുന്നതായിരിക്കും എന്നാണ് അമേരിക്കക്കാർ പറഞ്ഞത്. അല്ലെങ്കിൽ ഇറാൻ്റെ ആക്രമണങ്ങളോ മറ്റ് ആക്രമണങ്ങളോ ഒന്നും ഇവർ പറഞ്ഞിട്ടില്ല. ഏതായാലും ഈ തീ കത്തുന്നുണ്ട്, നല്ല രീതിയിൽ തീ അണച്ചിട്ടുണ്ട്. കുറേ പേർക്ക് ഇഞ്ചുറി വന്നിട്ടുണ്ട്. ഈ കപ്പലിലുണ്ടായിരുന്ന 3ഓളം പേരുടെ നില പൊള്ളലേറ്റ് ഇഞ്ചുറി പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെ പറ്റി, ഏത് പറ്റി എന്നുള്ളതിനെ പറ്റി ഡീറ്റെയിൽസ് ഒന്നും വന്നിട്ടില്ല. പക്ഷേ ഇങ്ങനെ വാർത്തകൾ നമ്മൾ എപ്പോഴും കാണാറുണ്ട്. USS ജെറാർഡ് ഫോർഡ് അടക്കം, USS എബ്രഹാം ലിങ്കൺ അടക്കം, USS മറ്റ് ചില 1-2 ഡിസ്ട്രോയർ അടക്കം എല്ലാ കപ്പലുകളിലും ഇടക്കിടക്ക് തീ കത്താറുണ്ട്. തീ കത്തുന്നതിന് ഡീറ്റെയിൽസ് അത് എങ്ങനെ വന്നു എന്ന് ഇതുവരെ അറിഞ്ഞിട്ടില്ല എന്നുള്ള ആസ് യൂഷ്വൽ സ്ഥിരം മൊഴിയാണ് അമേരിക്കയുടെ സൈഡിൽ നിന്ന് വന്നിട്ടുള്ളത്. ഇതൊക്കെയാണ് ഇന്നത്തെ യുദ്ധത്തിൻ്റെ. പിന്നെ നമുക്കറിയാം യുദ്ധത്തിൻ്റെ ബാക്കി അപ്ഡേറ്റുകൾ എന്താ നിങ്ങൾക്കറിയാം. ചർച്ചയുടെ കാര്യങ്ങളെ പറ്റിയൊന്നും ഒരു തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഉപരോധങ്ങൾ നീക്കിക്കഴിഞ്ഞാൽ, സൈനിക ഉപരോധം ഇറാൻ്റെ മേൽ നീക്കിക്കഴിഞ്ഞാൽ ഞങ്ങൾ ചിന്തിക്കാം എന്ന് ഇറാൻ പറഞ്ഞത് അത് അതുപോലെ തന്നെ ഉണ്ട്. ഇതിൽ അമേരിക്ക ഇറാൻ്റെ പിന്നിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ യുദ്ധം എങ്ങനെയെങ്കിലും ഒന്നും തുടങ്ങി കുടുങ്ങിയിട്ടുള്ള യുദ്ധം എങ്ങനെയെങ്കിലും ഒന്ന് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് നടക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ ചരട് വലിക്കുന്ന ഒരു ടീമേ ഉള്ളൂ, നമ്മുടെ ചുണ്ടലിങ് ഗ്രൂപ്പുകൾ. അവന്മാർ നൈസായിട്ട് അമേരിക്കനെ ഇതിലോട്ട് വലിച്ചയച്ചിട്ട് അല്ലെങ്കിൽ അറബ് രാജ്യങ്ങളെ മൊത്തം തമ്മിലടുപ്പിച്ച് സുഖമായിട്ട് ചോര കുടിച്ച് ജീവിക്കുന്ന ഒരു കൂട്ടം ടീം അപ്പുറത്ത് ഇസ്രായേലിൽ ജീവിക്കുന്നുണ്ട്. ഇനി
മറ്റൊരു ന്യൂസ് പറയാനുള്ളത് FBI ഡയറക്ടർ കാഷ് പട്ടേൽ വലിയ മോദി ആരാധകനാണ്, ഭയങ്കരനാണ്, സംഭവമാണ്, കിംബമാന്നൊക്കെ പറഞ്ഞ് നടന്ന അവസാനം ട്രംപിൻ്റെ ഈ എപ്സ്റ്റീൻ ഫയൽസ് വന്നപ്പം അമേരിക്കൻ കോൺഗ്രസ്സിൽ ഇരുന്ന് വെള്ളം കുടിക്കുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട്. അതേ ആളുടെ തന്നെ പേഴ്സണൽ കംപ്ലീറ്റ് ഡാറ്റ ഇറാനിയൻ ഹാക്കേഴ്സ് ഹാക്ക് ചെയ്തിട്ട് ഇയാളുടെ വീഡിയോ വരെ പുറത്ത് വന്നിട്ടുണ്ട്. നമ്മളതൊക്കെ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ അവസാനമായിട്ട് ഭയങ്കരമായിട്ടുള്ള ഗുരുതരമായിട്ടുള്ള അലിഗേഷൻസ് ആണ് പുള്ളിക്കെതിരെയുള്ളത്. കാഷ് പട്ടേൽ പറഞ്ഞ തൻ്റെ കാമുകിക്ക് വേണ്ടി സുരക്ഷ നൽകി, അതിന് FBI ഏജന്റുമാർ ഉപയോഗിച്ചിട്ടാണ് സുരക്ഷ കൊടുത്തത് എന്നാണ് ന്യൂയോർക്ക് ടൈംസിൻ്റെ റിപ്പോർട്ട് വന്നിട്ടുള്ളത്. അധികാര ദുർവിനിയോഗം, അതായത് ഔദ്യോഗിക പദവി ഉപയോഗിച്ച് കാമുകിക്ക് വ്യക്തിപരമായിട്ടുള്ള സുരക്ഷ ഒരുക്കി എന്നാണ് കാഷ് പട്ടേലിനെതിരെയുള്ള കുറ്റാരോപണം. പല പത്ര സ്വാതന്ത്ര്യത്തിൻ്റെ യിലേക്കുള്ള കടന്നുകയറ്റം എന്നുള്ള മറ്റൊരു കേസും കൂടെ ഉണ്ട്. കാരണം ഈ റിപ്പോർട്ട് പുറത്തു വിട്ടിട്ടുള്ള ചില മാധ്യമ പത്രപ്രവർത്തകരുടെ പിന്നാലെ പിൻകൂടി അല്ലെങ്കിൽ സ്റ്റോക്കിംഗ് ചെയ്യുക, അതായത് പിന്നാലെ പോയിട്ട് ശല്യം ചെയ്യുന്ന പരിപാടിയും ഈ പൊന്നുമോൻ എടുത്തിട്ടുണ്ട്. അപ്പം ഇതൊക്കെ കുറ്റം ചുമത്തി ഇതിനെതിരെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് അമേരിക്കൻ കോൺഗ്രസ്സിൽ വലിയ രീതിയിലുള്ള ചർച്ചകളും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. റിപ്പോർട്ടർക്കെതിരെ സ്റ്റോക്കിംഗ് നിയമങ്ങൾ ലംഘിച്ചോ എന്ന് പരിശോധിക്കാൻ FBI ഏജന്റുമാർ കാമുകിയെ ഇന്റർവ്യൂ വരെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ ആരോപണങ്ങൾക്കൊക്കെ ഇപ്പം നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും നടന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ എന്തൊക്കെ പരിപാടികൾ ചെയ്യുന്നുണ്ട്, എന്നിട്ട് നമ്മുടെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഇനി നമ്മുടെ രാജ്യം ഭരിക്കുന്ന നമ്മുടെ താടി എവിടെയൊക്കെ പോയി എന്തൊക്കെ പറയുന്നുണ്ട്, കഴിഞ്ഞ ദിവസം ഏതൊക്കെ വെടികൾ പൊട്ടിച്ചു, എന്നിട്ട് ഇലക്ഷൻ കമ്മീഷൻ ചട്ടലംഘനം എന്നും പറഞ്ഞിട്ട് വല്ല നടപടി എടുത്തു ഇല്ല, അറിഞ്ഞിട്ട് പോലും ഇല്ലല്ലേ ഇലക്ഷൻ കമ്മീഷനൊക്കെ ഉണ്ടോ നാട്ടിൽ എന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിൽ വന്നതുകൊണ്ട് അതേ അവസ്ഥ തന്നെയാണ് ഇപ്പോൾ അമേരിക്ക ആ അവസ്ഥയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ അന്വേഷണം കാര്യങ്ങളൊക്കെ എവിടം വരെ എത്തും എന്നുള്ളതൊക്കെ കണ്ട് തന്നെ അറിയേണ്ടി വരും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ചില രസകരമായിട്ടുള്ള അപ്ഡേറ്റുകളായിട്ട് പറയാനുള്ളത്. ഇനി കൂടുതൽ അപ്ഡേറ്റും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമ്മൾ അടുത്ത ഒരു വേറെ വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാക്സിമം നിങ്ങളുടെ സപ്പോർട്ട് തരിക. അടുത്ത വീഡിയോയിൽ കാണാം.